നിങ്ങളുടെയും കൂടെ ഒരു പിൻബലത്തിലാണ് അദ്ദേഹം അധികാരത്തിൽ വന്നിരിക്കുന്നത്. ഇതുവരെ അദ്ദേഹം വിജയിച്ച് നിൽക്കുക. ഇനി അങ്ങോട്ട് ഭരണമാണ്. കാരണം ഈ പറഞ്ഞതൊക്കെ അത് നടപ്പിലാക്കാം. അദ്ദേഹം പറഞ്ഞ 10 ലക്ഷം കോടിയോളം കടമുണ്ടാക്കിയിട്ടാണ് മുൻ സർക്കാർ പോയത് എന്നൊക്കെ അദ്ദേഹം ഇന്ന് തന്നെ പ്രഖ്യാപിച്ചായിരുന്നു. പക്ഷേ ഈ കടം വീട്ടുന്നതിനേക്കാളും തമിഴ്നാട് ജനങ്ങളുടെ മോചനം അങ്ങ് അദ്ദേഹം പറയുന്ന പോലെ ആണെങ്കിൽ എങ്ങനെ നടക്കും എന്നുള്ളതാണ്. ഇപ്പോൾ CPM യഥാർത്ഥത്തിൽ ഒരു ഉപാധിയില്ലാതെയാണ് പിന്തുണ കൊടുത്തിരിക്കുന്നത്. അത് നല്ല കാര്യം. അപ്പോൾ നിങ്ങളുടെ ഒരു പ്രതീക്ഷ എന്താണ് ശരിക്കും വിജയ് സർക്കാരിൽ നിന്ന്? അല്ല, ഭരണത്തിലെ പ്രതീക്ഷ എങ്ങനെയാണെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ചില ആശയങ്ങളുണ്ട്. നേരത്തെ അദ്ദേഹത്തിൻ്റെ ആരാധകൻ പറഞ്ഞതുപോലെ അല്ല. അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ അദ്ദേഹം ബോധപൂർവം കഴിഞ്ഞ ഒരു 10 വർഷത്തെ അങ്ങ് നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ നാടകീയ സന്ദർഭങ്ങൾ സൃഷ്ടിച്ചെടുത്തിട്ട് അവിടെ അദ്ദേഹത്തിന് പറയാനുള്ളത് എന്താണെന്ന് പറഞ്ഞു വരികയായിരുന്നു. അതൊരു പൊളിറ്റിക്കൽ പ്രൊപ്പഗൻഡയാണ്. അതൊരു പ്രത്യയശാസ്ത്രമാണ്. അദ്ദേഹത്തിന് എങ്ങനെയാണ് തമിഴകത്തെ ജനതയെ അഡ്രസ്സ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കി എനിക്ക് എന്താണ് ഇത്തരം പ്രശ്നങ്ങളിലുള്ള നിലപാട്. അത് BJPക്കെതിരായിട്ട് ചില കമൻറ്റ് പറഞ്ഞു, തമിഴ്നാടാകെ ചർച്ചയായി. പൊളിറ്റിക്കലായിട്ട് ചില കമൻസ് പറഞ്ഞു. അങ്ങനെയൊക്കെ അദ്ദേഹം ഓരോ പ്രശ്നത്തിൽ അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ നിലപാടും പ്രായോഗിക ഭരണം കൂടി വരുമ്പോഴുള്ള സംഘർഷം വളരെ പ്രധാനപ്പെട്ടതാണ്. ഉപാധികളില്ലാതെ പിന്തുണ കൊടുക്കുക എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ അനിശ്ചിതത്വം ഒഴിവാക്കുക, അതുപോലെ മറ്റ് ചില ശക്തികൾ ഇടപെട്ട് അവിടെ രാഷ്ട്രപതി ഭരണം കൊണ്ടുവരാതിരിക്കുക, തമിഴകത്തെ ജനത ആഗ്രഹിക്കുന്ന ഭരണം തൽക്കാലം ഉണ്ടാവുക. അതിന് ഏതെങ്കിലും തരത്തിലുള്ള ഞങ്ങൾ അങ്ങനെ ഉപാധികളില്ലാതെ ഒരുപാട് പിന്തുണ കൊടുത്തിട്ടുണ്ട്. ഉദാഹരണത്തിന് UPA ഗവൺമെൻറ്റിന് ഒരു തരത്തിലുള്ള 60-ൽ പരം MP പിന്തുണ കൊടുക്കുന്നത് യാതൊരു തരത്തിൽ മന്ത്രിമാരോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംവിധാനങ്ങളോ ഉപയോഗിച്ചുകൊണ്ടല്ല. അതുപോലെ വിജയ് വളരെ വിജയിച്ച ഒരു രാഷ്ട്രീയക്കാരനാണ്. നേരത്തെ പറഞ്ഞതുപോലെ വർഷങ്ങളായിട്ട് നടത്തിയ അധ്വാനം അതിൻ്റെ പിറകിലുണ്ട്. 2 വർഷമായിട്ടുള്ള പ്രത്യക്ഷ തലത്തിൽ രാഷ്ട്രീയ പാർട്ടി വന്നതെങ്കിലും ഇതിൻ്റെ അധ്വാനം ഇനി ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. വലിയ ടീമിനെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതെല്ലാം പിറകിൽ നിൽക്കുകയായിരുന്നു. അതല്ലാതെ നമ്മൾ സാധാരണ രാഷ്ട്രീയ പോത്ത് നടത്തുന്ന പോലുള്ള പ്രവർത്തനങ്ങൾ പ്രസംഗം നടത്തിയിട്ടില്ല. യെസ്, റാലികളില്ല. ഇങ്ങനെയുള്ള സ്ഥിരം സംവിധാനങ്ങൾ അതെല്ലാം മാറിയിട്ട് ഒരു വെസ്റ്റേൺ പൊളിറ്റിക്സിന്റെ ചില ശൈലികൾ അത്യന്താധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ജനങ്ങളെ പഠിച്ചിട്ടുണ്ട്, അതിൻ്റെ സർവേ നടത്തിയിട്ടുണ്ട്, കാൻഡിഡേറ്റ്സിനെ പോലും അങ്ങനെ ഷേപ്പ് ചെയ്ത് അവരെടുത്തിട്ടുണ്ട്. ആ ജോലികളെല്ലാം ആധുനികതയെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ്. പക്ഷേ പ്രായോഗിക ഭരണതലത്തിൽ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പരിചയക്കുറവ് വരാം, അദ്ദേഹത്തിൻ്റെ ടീമിൻ്റെ പരിചയക്കുറവുണ്ട്. അതൊക്കെ എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് നമ്മൾ കണ്ടു മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ ഉപാധികളില്ലാതെ പിന്തുണ എന്നുള്ളത് അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ്.